നെഹ്റു ട്രോഫി ജലമേളയിൽ വിജയികളെ നിർണയിച്ചത് സംബന്ധിച്ചുണ്ടായ തർക്കത്തിൽ 100 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. രണ്ടാം സ്ഥാനം നേടിയ വിയ്യപുരം ചുണ്ടനിലെ തുഴച്ചിൽക്കാർ ഉൾപ്പെടെ 100 പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസിന്റെ കേസെടുത്തിരിക്കുന്നത്. കേവലം 5 മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് വിയ്യപുരം ചുണ്ടൻ കാരിച്ചാൽ ചുണ്ടനോട് പരാജയപ്പെട്ടത്. മത്സരശേഷം അക്രമാസക്തരായവർ നെഹ്റു പവലിയനിലെ കസേരകളടക്കം അടിച്ചു തകർത്തിരുന്നു. തങ്ങളാണ് യഥാർത്ഥ വിജയികളെന്നാണ് വില്ലേജ് ബോട്ട് ക്ലബ്ബ് എന്ന BBC കൈനകരി തുഴഞ്ഞ വിയ്യപുരം ചുണ്ടൻ ടീം അവകാശപ്പെടുന്നത്. വിജയെ സംബന്ധിച്ച തർക്കം മിക്കവാറും കോടതി കയറാനാണ് സാധ്യത കാണുന്നത്. മത്സരത്തിൽ 4 മിനിറ്റും 29 സെക്കൻഡും 785 മൈക്രോ സെക്കൻഡും സമയമെടുത്താണ് കാരിച്ചാൽ ഫിനിഷ് ചെയ്തത്. അതേസമയം 4 മിനിറ്റും 29 സെക്കൻഡും 790 മൈക്രോ സെക്കൻഡും എടുത്താണ് വിയ്യപുരം രണ്ടാമതായി എത്തി. ഫോട്ടോ ഫിനിഷിലാണ് ഫൈനൽ മത്സരം അവസാനിച്ചത്. ഫിനിഷിംഗ് ലൈൻ കടക്കുന്നത് കാരിച്ചാലോ വിയ്യപുരമോ എന്ന് മനസ്സിലാകാത്ത വിധമാണ് മത്സരം അവസാനിച്ചതെങ്കിലും മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് കാരിച്ചാൽ ചുണ്ടനെ 1ാം സ്ഥാനക്കാരായി പ്രഖ്യാപിക്കുന്നത്. ഇതിനിടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയ വിയ്യപുരം ചുണ്ടനിലെ തുഴച്ചിൽക്കാർക്ക് നേരെ പോലീസ് ലാത്തി വീശുകയും ചെയ്തു. ലാത്തിയടിയേറ്റ് നിരവധി തുഴച്ചിലുകാർക്ക് പരിക്കേറ്റു. 3 പേർ ആശുപത്രിയിൽ ചികിത്സ തേടി. വിയ്യപുരം ചുണ്ടൻ തുഴഞ്ഞ BBC കൈനകരിയിലെ തുഴച്ചിക്കാരായ സന്ദീപ്, അനന്തു, എബിൻ വർഗീസ് എന്നിവർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഫലപ്രഖ്യാപനം കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾക്കുള്ളിലാണ് ഈ സംഭവമെല്ലാം നടന്നത്. വിജയ് കാരിച്ചാലോ വിയ്യപുരമോ എന്നത് ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സഹായത്താലാണ് കണ്ടെത്തിയതെന്നാണ് സംഘാടക സമിതി പറയുന്നത്. ഇക്കാര്യം തങ്ങൾക്ക് കൂടെ ബോധ്യപ്പെടണമെന്നും അതുകൊണ്ട് ആ വീഡിയോ തങ്ങൾക്ക് ഒന്ന് കാണണമെന്നും ആവശ്യപ്പെട്ട് ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ തുഴച്ചിലുകാർ നെഹ്റു പവലിയനിലേക്ക് എത്തി. വിയ്യപുരം ചുണ്ടന്റെ തുഴച്ചിലുകാർ സംഘാടകരുമായി തർക്കിക്കവേ പവലിയനിലെ ലൈറ്റുകൾ ഓഫ് ചെയ്തു. എന്നാൽ ഇരുട്ടായതോടെ പോലീസുകാർ എത്തി ലാത്തി ചാർജ് നടത്തുകയായിരുന്നു. വിയ്യപുരം ചുണ്ടനിലെ എല്ലാ തുഴച്ചിൽക്കാർക്കും മർദ്ദനമേറ്റു എന്നാണ് പറയുന്നത്. 3 പേരുടെ തല പൊട്ടുകയും ചെയ്തു. തല പൊട്ടിയവരാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. വാസ്തവത്തിൽ മത്സരം കഴിഞ്ഞപ്പോൾ വിജയി വിയ്യപുരമോ കാരിച്ചാലോ എന്ന് പ്രവചിക്കാൻ കഴിയുമായിരുന്നില്ല. 5 മിനിറ്റിനകം ഡിജിറ്റൽ ഉപകരണങ്ങളിലെ വീഡിയോ ദൃശ്യങ്ങൾ നോക്കിയാണ് കാരിച്ചാൽ 5 മൈക്രോ സെക്കൻഡുകൾക്ക് മുന്നിലെത്തി വിജയിച്ചതായി പ്രഖ്യാപിച്ചത്. ഫലം പ്രഖ്യാപിച്ചപ്പോൾ ആ വീഡിയോ കാണണം എന്ന് മാത്രമേ വിയ്യപുരം ആവശ്യപ്പെട്ടുള്ളൂ. അപ്പോഴേക്കും സംഘർഷം തുടങ്ങുകയും പോലീസ് മർദ്ദിക്കുകയുമായിരുന്നു. എന്തായാലും വിയ്യപുരം ചുണ്ടന്റെ ചിറകിലേറി പഴയ പ്രതാപത്തിലേക്കുള്ള വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനകരിയുടെ തിരിച്ചുവരവായിരുന്നു ഇത്തവണത്തെ നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ കണ്ടത്. ഫൈനലിന്റെ ഫോട്ടോ ഫിനിഷിൽ പിന്നിലായെങ്കിലും വിയ്യപുരം ചുണ്ടന്റെയും കൈനകരി BBCയുടെയും 2ാം സ്ഥാനത്തിന് 1ാം സ്ഥാനത്തോളം തന്നെ മധുരമുണ്ട്. 1986-87 വർഷങ്ങളിൽ കാരിച്ചാൽ ചുണ്ടൻ തുഴഞ്ഞ് നെഹ്റു ട്രോഫി നേടിയ വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനകരി 1988 ശേഷം മത്സരരംഗത്ത് നിന്ന് പിന്മാറുകയായിരുന്നു. 2022 മുതലാണ് വീണ്ടും അവർ മത്സരത്തിലേക്ക് തിരിച്ചെത്തിയത്. തങ്ങളുടെ കരക്കാർ പല ക്ലബ്ബുകളിലായി തുഴയുന്ന സാഹചര്യം വന്നതോടെയാണ് BBC കൈനകരി തിരിച്ചുവരവിനെക്കുറിച്ച് ആലോചിച്ചത്. 2022 കരക്കാരെ എല്ലാം ഒത്തൊരുമിപ്പിച്ച് ക്ലബ്ബ് വീണ്ടും ഇറങ്ങി. കഴിഞ്ഞ വർഷത്തെ നെഹ്റു ട്രോഫിയിൽ 6ാം സ്ഥാനം നേടിയ ക്ലബ്ബ് ഇത്തവണ പ്രമുഖ ടീമുകളെ പിന്തള്ളിയാണ് രണ്ടാമതെത്തിയത്. കഴിഞ്ഞ വർഷത്തെ നെഹ്റു ട്രോഫി CBL കിരീടങ്ങൾ നേടിയ വിയ്യപുരം ചുണ്ടനിലാണ് ഇത്തവണ ക്ലബ്ബ് മത്സരിക്കാൻ ഇറങ്ങിയത്. വീരു എന്ന് വിളിപ്പേരുള്ള വിയ്യപുരം ചുണ്ടനും വിജയങ്ങളുടെ കഥകൾ പറയാനുണ്ട്. 2019 നീരണിഞ്ഞ ഈ ചുണ്ടൻ വള്ളം 3ാം വർഷം നെഹ്റു ട്രോഫി കിരീടം സ്വന്തമാക്കി. കഴിഞ്ഞ ചാമ്പ്യൻസ് ബോട്ട് ലീഗിലെ 12 വള്ളംകളികൾ 8 എണ്ണവും വിജയിച്ചാണ് വിയ്യപുരം ലീഗ് ചാമ്പ്യന്മാരായത്. കാരിച്ചാൽ ഇത് 16ാം തവണയാണ് നെഹ്റു ട്രോഫി കിരീടം ഉയർത്തുന്നത്. കാരിച്ചാൽ ചുണ്ടൻ തുഴഞ്ഞിരുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുടർച്ചയായി 5ാം തവണയും നെഹ്റു ട്രോഫി നേടുന്ന ടീമായി മാറുകയും ചെയ്തു. എന്നാൽ തങ്ങൾ ചതിക്കപ്പെട്ടു എന്ന് തന്നെയാണ് വിയ്യപുരം ചുണ്ടൻ തുഴക്കാർ പറയുന്നത്. കാരിച്ചാൽ ചുണ്ടൻ്റെയും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെയും സ്വാധീനം മൂലമാണ് അവർക്ക് 1ാം സമ്മാനം ലഭിച്ചതെന്നും അവർ പറയുന്നു. നീറ്റിലിറങ്ങിയിട്ട് ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ജലോത്സവങ്ങളിൽ കിരീടങ്ങൾ നേടിവന്ന വിയ്യപുരം ചുണ്ടനെ ഒതുക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നാണ് അവരുടെ ആരോപണം.